ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കുള്ള കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് എന്താ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ അടുത്തുള്ള ഒരു 2 മാസമൊക്കെ ആയി കാണും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ഫസ്റ്റിലേക്ക് നല്ല വെയിറ്റ് കുറവായിരുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഒക്കെ വെയിറ്റ് അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന ടൈമിലായിരുന്നാലും ഞാൻ എന്താ പറയുക, വണ്ണം ഭയങ്കര കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഒരു 5-6 മാസമായപ്പോൾ ഒന്ന് വണ്ണം വെച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ണം കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നാൾ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് തൈറോയിഡ് ഉണ്ട് കേട്ടോ. ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണ ആളായിരുന്നു. അതായത് പ്രഗ്നൻ്റ് ആയപ്പോഴാണ് എനിക്ക് തൈറോയിഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഡോക്ടർ എനിക്ക്, അതായത് ഡെലിവറിക്ക് മുമ്പേ എൻ്റെ തൈറോയിഡ് നോർമലായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, തൈറോയിഡ് കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വണ്ണം വെക്കണത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാരണം ചിലവർക്ക് തൈറോയിഡ് മാത്രമല്ല വേറെ കുറേ രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് കുറേ പേർക്ക് ഇങ്ങനെ തടി വെക്കലുണ്ട്, ചിലർക്ക് വണ്ണം നല്ലോണം കുറയലുണ്ട്. അപ്പം എനിക്കുള്ള പ്രശ്നം വെച്ചാൽ തൈറോയിഡാണ്. ചിലർ PCOD ആണോ ചോദിച്ചിട്ടുണ്ട്. PCOD തൈറോയിഡാണ്. അപ്പോൾ ഞാൻ എന്തായാലും ചുരുക്കി പെട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യം എല്ലാവരുടെയും ഡൗട്ട് എന്താണോ അത് ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. കുറേ ലാഗ് അടിച്ച് നിങ്ങൾക്ക് ബോറാക്കണില്ല എന്തായാലും വീഡിയോ. അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തൈറോയിഡ് ഉള്ള കാരണം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ തടി വെച്ചതെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം നല്ലോണം പുറത്തുനിന്ന് ഫുഡ് നന്നായിട്ട് കഴിക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞ വലിയ മാറ്റം തോന്നുന്നില്ല എന്ന്. എനിക്ക് 2 മാസം കൊണ്ട് 7 കിലോ കുറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കിലോ കുറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. നിസ്സാരമായിട്ട് ഒരു കിലോ കുറഞ്ഞെന്ന് കാണാമെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സംഭവം തന്നെയാണ് എനിക്ക്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അതൊരു വലിയ കാര്യമായിട്ടിരിക്കും. അപ്പോൾ എന്താ, തടി കുറഞ്ഞവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ തടി കുറഞ്ഞവർക്ക് തടി കൂടണമെന്നും കൂടിയവർക്ക് തടി ഒരു നോർമലായിട്ട് നിൽക്കണം എന്നാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. വെയിറ്റ് എടുക്കുമ്പോൾ എനിക്ക് തൈറോയ്ഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് തടി വയ്ക്കും. അപ്പോൾ എനിക്ക് ഡയറ്റ് എടുക്കുമ്പോൾ ഞാൻ തടി കുറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ തൈറോയിഡിന് മാത്രമല്ല എൻ്റെ ഫുഡിൻ്റെ ഇതും ഞാൻ എൻ്റെ കഴിക്കുന്ന ടൈം എല്ലാം എനിക്ക് എൻ്റെ ശരീരത്തിനെ നല്ലവണ്ണം ബാധിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ മെയിൻ ഒരു കാരണം അതാണ് കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക, നമ്മൾ നേരത്തിന് ഫുഡ് കഴിക്കുക, നമ്മളെപ്പോൾ ഫുഡ് കഴിക്കുന്നത്, ഇതൊക്കെ മെയിൻ കാര്യമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് തടി കുറഞ്ഞതെന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തടി കുറയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവരുടെ പേജ്, അതായത് എന്താ പറയുക, ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേജ് കണ്ടു. അപ്പോൾ പേജിൻ്റെ പേര് ന്യൂട്രലൈൻ എന്നാണ് കേട്ടോ. അവരോട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, പിന്നിൽ നിന്നിട്ട് നമുക്ക് എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു തന്നു. നമ്മുടെ കൂടെ ദിവസം ഒരു നേരം നമുക്ക് മെസ്സേജ് അയച്ച് അപ്പം റിപ്ലൈ തരുമല്ലോ. എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കണ്ടില്ലെങ്കിൽ പോലും നമ്മളപ്പോൾ വിളിച്ചപ്പോൾ തന്നെ കോൾ എടുക്കും. നമുക്ക് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമുക്കൊരു പ്രശ്നമില്ല. അവരായിട്ട് എന്താ പറയുക, നല്ല ഫ്രണ്ട്ലിയാണ്. അതാണ് മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ തടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ എത്രയായിരുന്നു, 60 കിലോ ഉണ്ടായിരുന്നു. ഞാൻ 60 കിലോന്ന് ഞാൻ എന്താ പറയുക, തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറേ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തൈറോയിഡുള്ള കാരണം കൊണ്ട് എനിക്ക് കുറച്ച് ഫുഡുകൾ മാറ്റി വെക്കണം. എനിക്ക് തന്ന ഫുഡ് പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് തരിക. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഡയറ്റിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അതുപോലെ വരും. കാരണം ഞാൻ വണ്ണം കുറയണ കണ്ടിട്ട് എൻ്റെ ഏട്ടത്തിയില്ലേ, കുട്ടുവിൻ്റെ ചേട്ടൻ്റെ വൈഫ്, ആളും ന്യൂട്രലൈനിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആൾക്ക് നല്ല മാറ്റം ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തരുന്ന ഫുഡൊന്നും അല്ല ആൾക്ക് കൊടുക്കണത്. എനിക്ക് കൊള്ളി, കപ്പ, കാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഈ വക സാധനങ്ങളൊന്നും, കൂർക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കപ്പയൊക്കെ, അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചേച്ചിക്കാണെങ്കിൽ അതൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല. ചേച്ചിക്ക് തൈറോയിഡ് ഇല്ല. അപ്പോൾ എനിക്ക് പ്രശ്നമുള്ള കാരണം കൊണ്ട് എനിക്ക് അതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ തടി കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, കറക്റ്റായിട്ട് അവർ പറയും എന്തൊക്കെ കഴിക്കണം, ഏത് ടൈമിൽ കഴിക്കണം. മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണ ആ ഒരു ഇതിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ പറയണ സാധനം മാത്രം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ തടി കുറയും, ഷുവറാണ്. തടി കുറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ കുറച്ച് ലൂസായി കാണുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇടിയിടി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെ ആൾക്കും വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ തുടങ്ങി. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ട് കാരണം വീഡിയോ ക്ലിയർ ആവില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ശിവു ചെറുതായിട്ട് മാന്തിയതാണ് വരുന്നത്. പിന്നെ ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സാധനങ്ങളാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്.
സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഓവർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇന്നൊരു സാധനം തന്നിട്ട് ഇത് ഓക്കെ ആണോ, ഈ കഴിക്കാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ കാര്യം മെയിനായിട്ട് നോക്കുക. അപ്പോൾ തൈറോയിഡിൻ്റെ കാര്യം കൊണ്ട് മാത്രം ഞാൻ തടി കുറഞ്ഞെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ തൈറോയിഡ് ഇപ്പം എനിക്ക് കൂടുതലായിട്ട് പോലും ഇപ്പം ഞാൻ കറക്റ്റ് ഡയറ്റ് നോക്കുന്നില്ല കേട്ടോ. പക്ഷേ ആ ടൈമിലും എനിക്ക് കൂടിയിട്ട് തന്നെ നിൽക്കണ്ടായിരുന്നു. ഡയറ്റ് നല്ലോണം എടുക്കുന്ന ടൈമിലും കൂടിയിട്ട് തന്നെയാണ് നിൽക്കണ്ടായിരുന്നത്. തൈറോയിഡ് നല്ലോണം കൂടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഞാൻ ഡയറ്റ് എടുക്കുമ്പോൾ ഞാൻ വണ്ണം കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പുറത്ത് നന്നായി ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഇങ്ങനെ തടി വെക്കലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 8 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 7 മണി ആ ഒരു ടൈമിൽ നമുക്ക് ഡിന്നർ കഴിച്ച് തീർക്കുക. പിന്നെ നമുക്കൊരു ടൈം വയ്ക്കുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാരി വലിച്ച് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഉച്ചയ്ക്കാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് കുറച്ച് സാലഡ് കൂടുതൽ എടുക്കുക. എനിക്കാണെങ്കിൽ ക്യാരറ്റ് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് കുക്കുംബറാണ് ഞാൻ കഴിക്കണത് എൻ്റെ കൂടെ. പിന്നെ തൈര് തോന കഴിക്കുക. പിന്നെന്താ തോരൻ, ഈ വക ഐറ്റംസ്. എനിക്ക് പപ്പടമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അച്ചാറ്, പിന്നെ നാളികേര അരച്ച കറികൾ, ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് എന്താ പറയുക, ഡിന്നറിന് ചിലപ്പോൾ ഞാൻ ചെറിയ സാലഡ് എന്തെങ്കിലും പോയി കഴിക്കുക. തണ്ണിമത്തനും പിന്നെ പപ്പായ പിന്നെ പൈനാപ്പിളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടൊരു ചെറിയൊരു സാലഡ് കഴിക്കുക. അങ്ങനെ പിന്നെ അല്ലെങ്കിൽ വല്ല സ്മൂത്തി, ഇതൊക്കെ ആയിരിക്കും ഡിന്നർ ഉണ്ടാവുക. ചിലപ്പോൾ ഞാൻ ഒരു 6 മണിക്ക് കഴിക്കും. അതോടുകൂടി ഡിന്നർ അവസാനിക്കും. അങ്ങനെ ഫുൾ കറക്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ മെല്ലെ തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് മടി വന്ന കാരണം കൊണ്ട് ഞാനിപ്പോൾ ഡയറ്റ് എടുക്കൽ കുറവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തോ. വലിയ റേറ്റ് ഒന്നുമില്ല, നിസ്സാര റേറ്റ് ഉള്ളൂ കേട്ടോ. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. തടി കുറയണമെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ തടി കുറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ കഴിച്ചെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫോട്ടോസൊക്കെ ഇടാം. സിമ്പിൾ വറുത്തതും പൊരിച്ചതും അതുപോലെ പുറത്തുനിന്നുള്ള ഫുഡ്, ഷുഗർ ഫുള്ള് ഒഴിവാക്കി. ഷുഗർ ഇപ്പോൾ ഇന്നോട്ട് ഞങ്ങൾ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇതിന് ഇടയ്ക്കൊക്കെ ഒന്ന് കഴിച്ചായിരുന്നു. അപ്പോൾ നമ്മളത് ഷുഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് വീണ്ടും ഒന്ന് കൂടി നിൽക്കും. ഒരു ദിവസത്തിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസം കാണിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തടി ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തടി കുറച്ചതെന്ന് വെച്ചാൽ അങ്ങനെയാണ് തടി കുറച്ചത്. അപ്പോൾ ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടു. എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പിന്നെ അവർ പറയുന്ന ഫുഡ് ദിവസം നമ്മൾ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ വെയിറ്റ് ഇതൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തൈറോയിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ തൈറോയ്ഡ് സീൻ തന്നെയാണ് കേട്ടോ ശരിക്കും. ഇനിയിപ്പോൾ എനിക്ക് അടുത്തൊരു വാവേനെ പറ്റി ആഗ്രഹമുണ്ട്. ഒരു വാവ വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് തൈറോയിഡൊക്കെ നോർമലായതിനു ശേഷം ഞാൻ അടുത്തൊരു കുട്ടീനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കാരണം എനിക്കിപ്പോൾ തൈറോയിഡ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും തടി കുറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ കുറേ പേര് ഡൗട്ടാണ് കേട്ടോ ചോദിച്ചതിന്. ഡൗട്ടിന് റിപ്ലൈ എന്താണ്? അപ്പോൾ തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡ് മാറ്റുക. ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോർമലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്ക് കൂടുതലാണ്. ഞാനിപ്പോൾ ഈ വക ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ചില ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം. പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ എല്ലാം ഒഴിവാക്കി പിന്നെ എങ്ങനെ ജീവിക്കാമെന്ന് ചോദിച്ചത് ഡോക്ടർ. അപ്പോൾ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ ഗോതമ്പും പാലും ഒഴിവാക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എൻ്റെ അടുത്ത് പറയാറ്. അപ്പം പക്ഷെ ഞാനിപ്പോൾ എന്താ പറയുക, ഷുഗർ കട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ പാൽ ചായ കുടിക്കണമെങ്കിൽ മധുരം വേണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുടിക്കില്ല. ചായ ആയാലും മധുരം വേണം, അല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഒഴിവാക്കി. എന്താ പറയുക, ചായയും പാൽ ചായയും ഒക്കെ ഇന്നോട്ടിട്ട് ഞാനും കൂട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ തടി കുറയാനായിട്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുക. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോൾ രാവിലെ അപ്പോൾ എന്ത് ഫുഡ് കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ദോശയായിരിക്കും, ചെറുപയറിൻ്റെ ദോശയില്ലേ അതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റവ ദോശയോ അല്ലെങ്കിൽ റാഗി ദോശ, അങ്ങനെ റാഗിയുടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ എന്താ പറയുക, ചിലപ്പോൾ കടലയായിരിക്കും, മറ്റേ വെള്ളക്കടലയില്ലേ അതായിരിക്കും കഴിക്കാം. സാലഡ് പോലെ മറ്റേ കുറച്ച് മല്ലിയിലും മറ്റേ വെള്ളക്കടലയിലും നല്ല ടേസ്റ്റ് ആണല്ലോ കഴിക്കാൻ.
വെള്ളക്കടല നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില കുറച്ചിട്ടിട്ട് കുറച്ച് കുക്കുമ്പറൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ടൊമാറ്റോ അരിഞ്ഞിട്ട് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടിട്ട് ഒന്ന് എന്താ പറയുക നന്നായി മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാറുണ്ട്. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ മുട്ടയുടെ വെള്ളം ഒരു 2 എണ്ണം കഴിക്കുക, അല്ലെങ്കിൽ ഒരെണ്ണമായാലും ഇത് 2 എണ്ണം കഴിക്കാറുണ്ട്. പിന്നെ അത് ഓരോ സ്റ്റെപ്പായിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ. ഞാൻ കഴിച്ചതാണ് പറയണത്. പിന്നെ ഉച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറായിരുന്നു എനിക്ക് അങ്ങനെ. പിന്നത്തെ സ്റ്റെപ്പിൽ എനിക്ക് ചോറ് മാറ്റി ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചോറ്, ഇത്ര ചോറ്, പിന്നെ കുറച്ച് തോരൻ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുക്കുമ്പറ കഴിച്ചിരുന്നത്, നിങ്ങൾക്ക് ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം. പിന്നെ എന്നിട്ട് തൈര്, പിന്നെ എന്തെങ്കിലും ഒഴിച്ചു കറി ഉണ്ടാവില്ല അതെന്തെങ്കിലും. ഞാൻ നാളികേരം അരച്ചൊന്നും എനിക്ക് ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. മധുരം ഒട്ടും കഴിക്കാറില്ലായിരുന്നു അങ്ങനെ. പിന്നെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മൂത്തിയൊക്കെ കഴിക്കുക അങ്ങനെ. അപ്പോൾ അത് മാറ്റി വരും കേട്ടോ നമ്മൾ ഫുഡ്. അതായത് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഫുഡിൽ ചേഞ്ച് വരുത്തും അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഉഷ്ണിച്ചു കേട്ടോ നല്ലോണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇപ്പം ഞാൻ ഡയറ്റ് ഒന്ന് നിർത്തിയതിൻ്റെ അത് എനിക്കിപ്പോൾ കാണാണ്ട് കുറച്ച് തടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, എന്നാലും എൻ്റെ തൈറോയിഡൊക്കെ ഒന്ന് നോർമലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഞാൻ എന്താ പറയുക തൈറോയിഡിന് വേണ്ടാത്ത സാധനങ്ങളൊന്നും ഞാൻ കഴിക്കണില്ല. കപ്പയൊക്കെ ഒഴിവാക്കി. എനിക്ക് കൊള്ളി വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. എന്തായാലും തടി കുറയ്ക്കുകയാണ്, കുറേ ഫാറ്റ് ഉണ്ടാവണേക്കാളും നല്ലതൊക്കെ ഒന്ന് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലാക്സ് സീഡ്, ഒരു വീഡിയോയിൽ ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് കാണിച്ചപ്പോൾ എന്തിനാണ് കഴിക്കണമെന്നുള്ളത്, എങ്ങനെയാണ് കഴിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം തോന്നുന്നുണ്ട്, 1.5 ഗ്ലാസ് വെള്ളത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ചിട്ടിട്ട് തിളപ്പിക്കുമ്പോൾ ചെറിയൊരു വൈറ്റ് കളർ പോലെയാവും. അത് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് അത് കുടിക്കുക, ചൂടാറിയതിന് ശേഷം കുടിക്കുക. അതായത് രാവിലെ എണീറ്റ വശം കുടിക്കുന്നുണ്ട്, വെറും വയറ്റിൽ കഴിക്കുക. അപ്പം നമുക്ക് വിശപ്പ് കുറയും. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പ് കുറയും. പിന്നെ തൈറോയിഡിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവർ പറഞ്ഞതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിനനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവരോട് പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഫുഡ് അവർ പറയുകയും ചെയ്യും, കഴിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് പറയുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വെയിറ്റ് കുറയുന്നത്, നമുക്ക് വലിയ വിശപ്പുണ്ടാവില്ല, വെയിറ്റ് കുറയാനും ഒക്കെ നല്ലൊരു സംഭവമാണ്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇഞ്ചി വെള്ളം കുടിക്കുക. രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് എണീറ്റ് ഉടനെ വെറും വയറ്റിൽ ഇഞ്ചി വെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നൈറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇഞ്ചി വെള്ളം കുടിച്ചിട്ട് കിടക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, അവരെ DM ചെയ്താൽ മതി. അപ്പോൾ സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.